ഇപ്പൊ ടൈമും ദേഷ്യപ്പെട്ടിട്ട് സ്കൂളിലേക്ക് അങ്ങ് പോകും. അപ്പോഴാണ് ഇത് കണ്ടിട്ട് ചേച്ചിയും ഗോരയോട് ഈ കാര്യമെല്ലാം പറയും. അങ്ങനെ ഇത് കണ്ടിട്ട് അവളും പെട്ടെന്ന് സ്കൂളിലേക്ക് ഓടി ചെല്ലും. അതേസമയം ടൈമും സ്കൂളിൽ ചെന്നിട്ട് എടറൻ നീ ഇപ്പൊ തന്നെ എന്നെ ഇങ്ങോട്ട് വിളിച്ചടിച്ച എന്നിന് അവനും ദേഷ്യത്തെ എടുത്തു പോകും. അപ്പൊ ഇത് കേട്ട് അവനും ടൈം ഇനി നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് എന്നിന് അവനും പറയാൻ വരുമ്പോഴാണ് അതൊന്നും കേൾക്കാതെ അവനും ഗോരയെ കുറിച്ചല്ല നീ അതിനെ കുറിച്ച് സംസാരിക്കേണ്ട ഒരാവശ്യമില്ല, എനിക്ക് അവളോട് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. ഞാനിപ്പോ കുറെ സമയം ആലോചിച്ച് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായ ഞാൻ അവളുടെ കൂടെ ഉള്ളപ്പോഴെല്ലാം എനിക്ക് പ്രശ്നങ്ങൾ ഇരുന്നേ ഉള്ളു. അവള് കാരണം ഞാനൊരു നല്ല ഫ്രണ്ടിനെ നഷ്ടപ്പെട്ട്, അതുകൊണ്ട് ഞാൻ അവളെയൊക്കെ എപ്പോഴാണ് മറന്ന് എന്നിന് അവൻ പറയും. അപ്പൊ ഇത് കേട്ട് റെന്നും ടൈം നീ സീരിയസ് ആയിട്ടാണോ പറയുന്നത് എന്നിന് അവൻ ചോദിക്കും. അപ്പൊ അവനും ഞാൻ നിന്നെ F4 എന്ന് പുറത്താക്കിയത് എന്റെ തെറ്റാ, നീ വീണ്ടും തിരിച്ചോ, അവളെന്തായാലും സാധാരണ പെണ്ണല്ല, ഞാനതൊന്നും മൈൻഡ് ചെയ്യത്തില്ല, നീ തന്നെ അവളെ വെച്ചോ എന്നിന് അവനും ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി കള്ളം പറയും. അപ്പൊ ഇത് കേട്ട് റെന്നും നീ എന്നോട് കാണിച്ച സ്നേഹത്തിന് എനിക്ക് സന്തോഷമേ ഉള്ളു, പക്ഷെ നീ എന്തിനാ അവളെ എനിക്ക് വിട്ടു തരുന്നത്, കാരണം ഗോരി ഒരിക്കലും നിന്നെ സ്നേഹിച്ചിട്ടില്ല എന്നിന് അവനും പറയുമ്പോൾ ടൈമും ദേഷ്യപ്പെടും. അപ്പോഴാണ് റെന്നും നിനക്ക് തന്നെ അറിയാലേ അവൾ കുറെ നാളായിട്ട് എന്നെ മാത്രം സ്നേഹിക്കുന്നുള്ളു, പോരാത്തിന് ഞാൻ ഇന്ന് ചോദിച്ചപ്പോൾ അവൾ എന്തോ പറഞ്ഞെന്നറിയാം, അവള് പഴയതുപോലെ എന്നെ മാത്രം സ്നേഹിക്കത്തുള്ളൂ എന്നാ പറഞ്ഞ, പിന്നെ ഞാൻ അവളുടെ ബോയ് ഫ്രണ്ട് ആകാനും പറഞ്ഞു എന്നിന് അവൻ പറയുന്നിട്ട് എംജിയും കവിനും കൂടെ ദേഷ്യപ്പെട്ട് തടയാൻ നോക്കും. അപ്പോഴാണ് റെന്നും ഗോരയെ കാണാൻ ക്യൂട്ടൊക്കെയാ, പക്ഷെ അവളുടെ കൂടെയുള്ള ജീവിതം അതൊന്നും എനിക്ക് പറ്റത്തില്ല, അതുകൊണ്ട് എന്റെ ടൈം പാസിന് വേണ്ടി കുറച്ച് ദിവസം ഞാൻ അവൾ യൂസ് ചെയ്തോളാം, എന്തായാലും അവൾക്ക് വേണ്ടത് ഒരു റിച്ചായ ബോയ് ഫ്രണ്ട് അല്ല എന്നിന് അവനും പറഞ്ഞതോടെ ഇത് കേട്ട് ടൈമും ദേഷ്യപ്പെട്ട് അവന്റെ കോളർ പിടിക്കും. അപ്പൊ റെന്നും എന്തുവാണ് ദേഷ്യം വരുന്ന, പക്ഷെ അവൾക്ക് ഇഷ്ടം എന്നെ അല്ല, അതുകൊണ്ട് ഞാൻ അവൾ എന്ത് വേണമെങ്കിലും ചെയ്യും എന്നിന് അവനും പറയുമ്പോ ടൈം അവനെ അടിക്കും. അപ്പൊ ഇത് കണ്ട് റെന്നും ഇതൊക്കെ ഒരു അടിയാണോടാ, അടി എങ്ങനെ ഞാൻ കാണിച്ചു തരാം എന്നിന് ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചോണ്ടിരിക്കും. അങ്ങനെ ഇത് കണ്ടിട്ട് എംജിയും പോയി ടൈമിനെ തടയും. അപ്പൊ ടൈം അവനെ അടിച്ചിട്ട് നീ എന്നെ തടയാതെ പോയി നിന്റെ പണി നോക്കടാ എന്നിന് അവനോട് ദേഷ്യപ്പെടും. അപ്പൊ ഇത് കേട്ട് എംജിയും ടൈമിനെ തിരിച്ചടിക്കും. അപ്പോഴാണ് കവിനും തടയാൻ പോകുന്നത്. ഇത് കണ്ട് എംജി അവനെ അടിച്ചിട്ട് നീ എന്തിനാണ് എന്നെ തടയാൻ വരുന്നത്, നിനക്ക് F4 ഒന്നും ആവശ്യമില്ലല്ലോ എന്നിന് ഇവർ മൊത്തത്തിൽ അടിയാവും. അങ്ങനെ ഇവർ 4 പേര് തമ്മിൽ അടിയായി അവസാനം എംജിയും കവിനും കൂടെ ക്ഷീണിച്ചു. അപ്പോഴാണ് റെന്നും എടത്തായും കൊച്ചിൽ ഞാൻ എന്റെ പാവക്കുട്ടി സ്നേഹിക്കുന്നുണ്ട്, നീ അസൂയപ്പെട്ട് തട്ടിപ്പറിച്ചവനല്ലടാ എന്നിന് അവനെ ഇട്ടടിക്കും. അപ്പൊ ഇത് കേട്ട് ടൈമും തിരിച്ചടിച്ചിട്ട് റെൻ ഞാൻ ഗോറി അങ്ങനെയല്ല കാണുന്ന, എനിക്ക് അവളെ ഇഷ്ടമാ, നീ അവളെ കുറിച്ച് അനാവശ്യം പറയാൻ ഞാൻ അതിനെ സമ്മതിക്കത്തില്ല എന്നിന് അവന് റെണ്ണിനിട്ട് അടിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഇതൊക്കെ കണ്ട് അവസാനം നമ്മൾ റെണ്ണും ചിരിച്ചിട്ട് എടത്തായും നിനക്ക് ഗോരയെ ഇഷ്ടമുള്ള കാര്യം നിന്റെ വായിന്ന് കേൾക്കാൻ വേണ്ടിയാ ഞാൻ ഇത്രയും നാടകം കാണിച്ചത്, നീ എന്തോടെ വിചാരിച്ചേ ഞാൻ ഇങ്ങനത്തെ വ്യക്തിയാണ്, ഞാൻ പറഞ്ഞൊക്കെ കള്ളാടാ എന്നിന് അവനും പറഞ്ഞതോടെ ഇതും കേട്ട് അവന്മാരും എടാ റെൻ നീ കാരണം ഞങ്ങൾ അടികൂടി എനിക്ക് വേദന എടുത്തിട്ട് വയ്യ എന്നിന് അവന്മാരും പറഞ്ഞോണ്ടിരിക്കും. അപ്പൊ ഞാൻ ഇത് കേട്ട് ടൈമും സമാധാനമായിട്ട് റെൻ എനിക്ക് അവൾ ഇഷ്ടമെന്ന് പറഞ്ഞ എന്തോ പ്രയോജനം, അവൾക്ക് എന്നെ അല്ലല്ലോ നിന്നെ അല്ല ഇഷ്ടം എന്നിന് അവൻ പറയും. അപ്പോഴാണ് ഇത് കേട്ട് റെന്നെ എടുത്ത് വന്നിട്ട് ടൈം ആര് പറഞ്ഞ അവൾക്ക് എന്നെ ഇഷ്ടമെന്ന്, അവളുടെ മനസ്സ് മൊത്തം നീയാ ഇപ്പം, ഇന്ന് അവളെ വിളിച്ചോണ്ട് കറങ്ങാൻ പോയപ്പം എല്ലാ സമയത്തും അവൾ നിന്നെ കുറിച്ചാ പറഞ്ഞോണ്ടിരിക്കുന്നത്, അവൾക്ക് അത്രയ്ക്ക് നിന്നെ ഇഷ്ടം എന്നിന് അവൻ പറഞ്ഞതോടെ ഇത് കേട്ട് ടൈം സന്തോഷപ്പെടും. അങ്ങനെ ഇവയെല്ലാം സമാധാനമായിരിക്കുമ്പോഴാണ് ഗോറി അവിടെ വരുന്നത്. അപ്പൊ ഇത് കണ്ട് ടൈം സന്തോഷപ്പെട്ട് അടുത്ത് പോകുമ്പോഴാണ് അവളും ടൈമിനിട്ട് അടിക്കുന്നത്. അപ്പൊ ഇത് കണ്ട് അവന്മാരും ഗോരിയാ ഞങ്ങൾ പ്രശ്നമെല്ലാം സോൾവ് ആക്കി എന്നിന് അവന്മാര് പറയുമ്പോഴാണ് അവൾ അടി നിർത്തുന്നത്. അപ്പോഴാണ് റെണ്ണ അടുത്ത് വന്നിട്ട് ഗോരിയ ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ സോൾവ് ആയി, ഇനി നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം നിങ്ങൾ തന്നെ സോൾവ് ആക്ക്, എനിക്കറിയാം നിനക്ക് ടൈമിന് ഇഷ്ടമാണ്, അന്ന് നമ്മൾ മാളിൽ പോയപ്പം നീ ആ ടെസ്റ്റിലോട് ഉറക്കെ പറഞ്ഞില്ലേ ടൈം നിന്റെ ബോയ് ഫ്രണ്ട് ആണെന്ന് എന്നിന് അവനും ചിരിച്ചിട്ട് അവിടെ നിന്ന് പോകും. അപ്പൊ ഇത് കണ്ടിട്ട് അവളും റെൻ ഞാൻ ബോയ് ഫ്രണ്ട് എന്നല്ല പറഞ്ഞ ബോയ് ബാൻഡ് എന്നാ പറഞ്ഞ എന്നിന് അവൾ അത് മാറ്റി പിടിക്കാൻ നോക്കും. അപ്പോഴാണ് ഇതൊക്കെ ആയിട്ട് ടൈം ഷോക്കായി ഗോരിയ നീ എന്നെ ബോയ് ഫ്രണ്ട് എന്ന് വിളിച്ച എന്നിന് അവർ തമ്മിൽ സംസാരിച്ചോണ്ടിരിക്കും. അതിനുശേഷം എംജിയും എടാ കവിൻ നീ എന്നെ മനപ്പൂർവ്വം വലിച്ചടിച്ചല്ലാടാ എനിക്ക് വേദന എടുക്കുന്നു എന്നിന് അവൻ പറയും. അപ്പൊ ഇത് കേട്ട് കവിനും ആദ്യം നീ അല്ലാടാ എന്നെ അടിച്ച എന്നിന് ഇവർ രണ്ടും സംസാരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് റെന്നും ആകാശത്ത് നോക്കി അവനിങ്ങനെ ഫീൽ ചെയ്തോണ്ടിരിക്കും. അപ്പൊ ഇത് കണ്ട് അവന്മാരുടെ അടുത്ത് വന്നിട്ട് എടാ റെൻ നിന്റെ ഒടുക്കത്തെ നാടകം കാരണം എന്റെ കൈയും കാലും എല്ലാം പോയി, നീ എന്തിനാ ഇങ്ങനെ ഒരു ഐഡിയ യൂസ് ചെയ്താ എന്നിന് അവൻ ചോദിക്കും. അപ്പോഴാണ് ഇത് കേട്ട് അവനും എടാ നിനക്ക് ഓർമ്മയുണ്ടോ കൊച്ചിൽ അവന്റെ പാവക്കുട്ടി നശിപ്പിച്ച് അതിന് ഞാൻ പ്രതികാരം വീട്ടണ്ട, അതാ ഞാൻ നാടകം കളിച്ച് അവനിട്ട് ഒരെണ്ണം കൊടുത്ത എന്നിന് അവൻ പറയുന്നിട്ട് ഇവന്മാര് ഷോക്കായി എടാ നിനക്കെന്താ വട്ടാണ് എന്നിന് ഇവര് 3 പേര് സംസാരിച്ചോണ്ട് അവിടെ നിന്ന് അങ്ങ് പോകും. അതേസമയം ഗോറിയും ടൈമിന് മരുന്നിട്ട് അവളും പറയും ടൈം ഞാൻ നിന്നോട് വഴക്കുണ്ടാക്കിയത് എന്റെ തെറ്റാ, സോറി, കാരണം എനിക്ക് ഇപ്പോഴാ മനസ്സിലായ നീ എനിക്ക് വേണ്ടിയാണ് ടെസ്റ്റിൽ അടിച്ചതെന്ന്, ഞാൻ കാരണം നീയും കുറെ ദേഷ്യപ്പെട്ട് എന്നിന് അവൾ സോറി വയ്ക്കുമ്പോഴാണ് ഇത് കേട്ട് അവനെ അവൾ അടിപ്പിച്ചിട്ട് ഗോറിയ ഇനിയും നിന്നോട് ദേഷ്യമൊന്നുമില്ല, കാരണം ഈ ലോകത്ത് ഞാൻ സ്നേഹിക്കുന്ന ഒരേ ഒരാള് നീ മാത്രമേ ഉള്ളൂ എന്നിന് അവനും പറഞ്ഞിട്ട് ഗോരി വിളിച്ചോണ്ട് പുറത്തേക്ക് ഇങ്ങനെ പോകും. ഗോരിയ ഞാൻ ജനിച്ചപ്പോ തൊട്ട് എന്റെ അമ്മയുടെ കമ്പനി നോക്കുന്ന അടുത്ത ആള് ഞാനായിട്ട് മാറി, അതുകൊണ്ട് കൊച്ചിലെ തൊട്ട് എനിക്ക് കുറെ ടെൻഷൻ ഉണ്ടായിരുന്നു, അങ്ങനെ അത് മാറ്റാൻ വേണ്ടിയാ ഞാൻ സ്കൂളിൽ റെഡ് കാർഡ് എന്ന് പറഞ്ഞ ഗെയിം കൊണ്ടുവന്ന്, ഒരു പക്ഷേ എനിക്ക് ഈ സ്കൂൾ കൺട്രോൾ ചെയ്യാൻ പറ്റുമെങ്കിൽ പിന്നെ എനിക്ക് ആ കമ്പനി ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും, പക്ഷെ ഞാൻ യൂസ് ചെയ്ത രീതി തെറ്റാന്ന് നീ എന്നെ ബോധ്യപ്പെടുത്തുക, കാരണം നീ ധൈര്യത്തോടെ എന്നെ എതിർത്ത് നിന്നപ്പം ഞാൻ അപ്പം തന്നെ മൊത്തത്തിൽ വീണുപോയി, പിന്നെ എനിക്ക് മനസ്സിലായ വയലൻസ് കാരണം എല്ലാ പ്രശ്നവും സോൾവ് ആകത്തില്ലെന്ന്, അതുകൊണ്ട് ഇനി തൊട്ട് ഞാൻ അടി കൊടുത്തില്ലെന്ന് തീരുമാനിച്ചു എന്നിന് അവനും ആ റെഡ് കാർഡ് നടത്തുന്ന സ്ഥലം ഇങ്ങനെ ക്ലോസ് ചെയ്യും, അതായത് ആ സ്റ്റേഡിയം മൊത്തത്തിൽ പൂട്ടിയിടും. അങ്ങനെ ഇത് കണ്ടിട്ട് അവള് സന്തോഷപ്പെടും. അതിനുശേഷം ഗോറി വീട്ടിൽ പോകുമ്പോഴാണ് ടൈം മെസ്സേജ് അയച്ചേക്കുന്നത് മൈ ഡിയർ ഗേൾ ഫ്രണ്ട് നീ വീട്ടിൽ എത്തിയ എന്ന് ഞാൻ മെസ്സേജ് അയച്ചേക്കും. അപ്പൊ ഇത് കണ്ടിട്ട് അവളും ടൈം
ഞാൻ നിന്റെ ഗേൾ ഫ്രണ്ട് ഒന്നും അല്ല എന്നിന് അവള് മെസ്സേജ് അയക്കും. അപ്പോഴാണ് അതിന് റിപ്ലൈ ആയിട്ട് തൈമ അവന്റെ കുറെ സ്റ്റിക്കേഴ്സ് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഇത് കണ്ട് അവളും ചിരിച്ചിട്ട് വീടിനകത്ത് കയറുമ്പോഴാണ് അകത്ത് നമ്മുടെ തൈമിന്റെ അമ്മ ഇരിക്കുന്നത്. ഇത് കണ്ട് അവള് ഷോക്കായി ഇങ്ങനെ അകത്ത് കയറും. അപ്പോഴാണ് അച്ഛനും ഇതാ എന്റെ മോള് ഗോറിയ എന്നിന് അച്ഛൻ പറയും. അപ്പൊ ഇത് കേട്ട് തൈമിന്റെ അമ്മയും എനിക്കറിയാം എന്നിന് അവര് പറയും. എന്നാ ശരി മോളെ ഇവരാ തൈമിന്റെ എനിക്കറിയാം അച്ഛാ എന്നിന് അവളും പറയും. അപ്പൊ ഇത് കേട്ടത് അച്ഛനും എന്നാ ശരി ഞാൻ ഇനി ഒന്നും പറയുന്നില്ല എന്നിന് അച്ഛൻ അടങ്ങിയിരിക്കും. അപ്പോഴാണ് തൈമിന്റെ അമ്മയും നിങ്ങൾ താമസിക്കുന്ന വീട് ഒത്തിരി ചെറുതാണല്ല, ഇതൊരു റൂമിന്റെ അത്രയും പോലും ഇല്ലല്ല, അതുകൊണ്ടാണോ ഒരു ബെറ്ററായ ജീവിതം കിട്ടാൻ വേണ്ടി നീ എന്റെ മകന്റെ പുറകെ നടക്കുന്ന? എന്നാ ശരി നിനക്ക് എത്ര ആണെന്ന് പറ. 1 മില്യൺ എന്നിന് അമ്മ പറയും. അപ്പൊ ഇത് കേട്ട അവളും നിങ്ങൾ വിചാരിക്കുന്ന നിനക്ക് ഞാൻ അവന്റെ പുറകെ പോകുന്നില്ല, അതുമല്ല ഞങ്ങൾ ലവേഴ്സും അല്ല എന്നിന് അവളും പറയുമ്പോഴാണ് ഇത് കേട്ട് അമ്മയൊന്നും പറയാതെ എന്നാ ശരി 5 മില്യൺ എന്നിനെ പൈസ കൂട്ടിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഇതേ കേട്ട് ഗോറിയുടെ ഫാമിലി ഇങ്ങനെ ഷോക്കായി നോക്കും. അങ്ങനെ അവസാനം അമ്മ 15 മില്യൺ എന്ന് പറയുമ്പോഴാണ് ഇത് കേട്ട് ഗോറിയുടെ അമ്മയും ദേഷ്യപ്പെട്ടിട്ട് മതി നിർത്ത്, നീ ഞങ്ങളുടെ വീട്ടിൽ കയറി എന്നിട്ട് ഞങ്ങളെ കുറിച്ച് താഴ്ത്തി പറയുന്ന, ഈ ലോകത്ത് നീയും ഞാൻ എല്ലാവരും ഒന്നാ എന്നിന് അമ്മയും പറയുമ്പോഴാണ് ഇത് കേട്ട് തൈമിന്റെ അമ്മയും എന്തുവാ ഒന്നാന്നോ, എന്നാ ശരി നമ്മൾ തമ്മിൽ ഈക്വലായിട്ട് അങ്ങനെയല്ല ഉണ്ടോ, ഉണ്ടേ പറ ഞാൻ കേക്കട്ട് എന്നിന് അമ്മ പറഞ്ഞതോടെ ഇതും കേട്ട് ഗോറിയുടെ അമ്മ അവിടുന്ന് സോസ് എടുത്ത് തൈമിന്റെ അമ്മയുടെ ദേഹത്ത് ഒഴിക്കും. അപ്പൊ ഇത് കണ്ട് അവെല്ലാം ഷോക്കാവും. അങ്ങനെ അമ്മയും തൈമിന്റെ അമ്മയോട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയും. അപ്പൊ ഇത് കേട്ട് തൈമിന്റെ അമ്മ എഴുന്നേറ്റിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ഓഫർ തരാൻ വേണ്ടി വന്നേ, കാരണം നിങ്ങളിപ്പം കുറച്ച് കഷ്ടത്തിലല്ല, അതുകൊണ്ട് ഞാൻ ഒന്ന് ഹെൽപ്പ് ചെയ്യാന്ന് വിചാരിച്ച്. എന്നാ ശരി ഇനി എനിക്ക് എന്തോ ചെയ്യാൻ പറ്റും എന്നിന് അമ്മ അവിടെ നിന്ന് അങ്ങ് പോകും. അപ്പോഴാണ് ഗോറിയെ നോക്കുമ്പോൾ അവളുടെ വീട്ടിൽ എല്ലാം ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചേക്കും. അപ്പൊ ഇത് കണ്ട് അവളും അമ്മേ നിങ്ങൾ ഇന്ന് എല്ലാം പാക്ക് ചെയ്ത് വെച്ചേക്കുന്ന എന്നിന് അവൾ വയ്ക്കും. അപ്പോഴാണ് അവരും പറയുന്നത് ഗോറിയ ഞങ്ങൾ നിന്നോട് പറയായിരുന്ന അപ്പോഴാ ഇവര് കയറി വന്ന, നിന്റെ അച്ഛന്റെ കമ്പനി പെട്ടെന്ന് തന്നെ അടച്ചുപൂട്ടി, അതുകൊണ്ട് നമുക്കിനി പൈസ ഉണ്ടാക്കണമെങ്കിൽ വേറെ ജോലി ചെയ്തേ പറ്റത്തുള്ളൂ, അതുകൊണ്ട് ഞാനും അമ്മയും കൂടെ നാട്ടിൽ പോയി കൃഷി ചെയ്യാൻ പോവാ എന്നിന് അവരും ഗോറിയോട് പറയും. അതേസമയം എഫർ തിരിച്ച് ഒന്നുകൂടിയതുകൊണ്ട് ഇവല്ലാതെ എൻജോയ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് തൈമും എടാ ഞാൻ ഇവിടെ കറങ്ങാൻ വന്ന ഗോറിനെ മിസ് ചെയ്യത്തില്ല, നിങ്ങളിത് കണ്ടോ, ഞാൻ അവൾക്ക് കുറെ മെസ്സേജ് അയച്ചിട്ടും അവൾ എനിക്ക് റിപ്ലൈ തന്നിട്ടേ ഇല്ല, അതിന് കാരണം നിങ്ങൾക്ക് അറിയാം, ഞാൻ റിപ്ലൈ കിട്ടാത്തോണ്ട് ദേഷ്യപ്പെട്ട് അവളുടെ അടുത്ത് വരാൻ വേണ്ടിയാ ഗോരി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവൾ എനിക്ക് എപ്പോഴും റിപ്ലൈ തന്നേനെ എന്നിന് അവൻ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഇത് കേട്ട് കവിനും എടാ തൈം അതൊക്കെ നിന്റെ ഇമാജിനേഷനാ, അവൾ സത്യത്തിൽ നിന്റെ മൈൻഡ് ചെയ്യാത്തയാ എന്നിന് അവന്മാര് കളിയാക്കും. അപ്പൊ ഇത് കേട്ടിട്ട് തൈമും ഒന്ന് പോടാ നിനക്ക് എന്നോട് അസൂയ, അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നിന് അവനും പറയുമ്പോഴാണ് ഇത് കേട്ടിട്ട് എം ജിയും എടാ തൈം നമ്മളിപ്പോ പഠിച്ചിറങ്ങാൻ പോവാ, കൂടാതെ നിന്റെ ബർത്ത്ഡേ അടുത്ത് വരുന്നുണ്ട്, അതുകൊണ്ട് നീ ആദ്യം അതീ ഫോക്കസ് ചെയ്യ് എന്നിന് അവൻ പറയും. അപ്പോഴാണ് തൈമും യെസ് നീ പറഞ്ഞ കറക്റ്റാ, നമ്മളിപ്പോ പഠിച്ചിറങ്ങാൻ പോവാ, അതുകൊണ്ട് അതിനു മുമ്പേ തന്നെ ഞാൻ എങ്ങനെയൊക്കെ ഗോറിയെ സെറ്റ് ആക്കണം, അല്ലേടാ റെൻ ഞാൻ പറയുന്ന കറക്റ്റ് അല്ല എന്നിന് അവനോട് ചോദിക്കും. അപ്പൊ ഇത് കേട്ട് റെന്നെ അവനെ സപ്പോർട്ട് ചെയ്യും. അപ്പോഴാണ് ഇത് കണ്ട് തൈമും യെസ് എനിക്ക് എന്റെ ഫ്രണ്ട് ഉണ്ടാ, അവന് മാത്രമേ എന്നെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ എന്നിനെ തൈമ സന്തോഷപ്പെട്ട് അടുത്ത ദിവസം ഗോറിയെ കാണാൻ വേണ്ടി സ്കൂളിൽ പോകും. പക്ഷെ എവിടെ നോക്കിയാലും ഗോറിയെ കാണത്തില്ല, കാരണം അവളുടെ അച്ഛനമ്മയും നാട്ടിൽ പോയതുകൊണ്ട് അവൾ അനിയനായിട്ട് വേറൊരു ചെറിയ വീട് വാടകയ്ക്ക് എടുത്താണ്. എന്നിട്ട് അവർക്ക് ജീവിക്കാൻ വേണ്ടി ഗോറിയെ പുറത്തൊക്കെ പോയി ഇങ്ങനെ ജോലി ചെയ്തോണ്ടിരിക്കും. അത് കാരണം ഗോറിയെ ഇടയ്ക്കിടയ്ക്ക് സ്കൂളിലും പിന്നെ മറ്റേ കടയിലും പോകത്തുള്ളൂ, അതുകൊണ്ട് തൈമിനും ഗോറിയെ കോൺടാക്ട് ചെയ്യാൻ പറ്റത്തില്ല. എന്നിട്ട് അവനും കവിനെ വിളിച്ചിട്ട് എടാ കവിൻ നീ എനിക്കൊരു സഹായം ചെയ്യും എന്നിന് അവന്റെ ഹെൽപ്പ് വയ്ക്കും. അങ്ങനെ തൈം കാരണം കവിൻ കാനീനെ കാണാൻ വേണ്ടി കടയിൽ പോകും. അപ്പോഴാണ് അവള് ഫ്ലവേഴ്സ് ഒക്കെ മേലെടുത്ത് വെച്ചോണ്ടിരിക്കുമ്പോൾ ബാലൻസ് ഇട്ട് അവളിങ്ങനെ താഴെ വീഴാൻ പോകും. അപ്പൊ ഇത് കണ്ട് റെന്ന് ഓടിച്ചെന്ന് അവളെ രക്ഷിക്കും. എന്നിട്ട് അവനും പറയും ഗേൾ ഫ്രണ്ട് ജോലിയൊക്കെ കുറച്ച് കെയർഫുൾ ആയിട്ട് ചെയ്യണ്ട എന്നിന് അവൻ പറയും. അപ്പൊ ഇത് കേട്ടിട്ട് അവളും എന്തുവാ ഗേൾ ഫ്രണ്ടോ എന്നിന് അവള് ഷോക്കായി ചോദിക്കും. അപ്പോഴാണ് റെന്നും പിന്നല്ലാതെ അന്ന് ടെസ്ലയുടെ ഫ്രണ്ട് ആക്ട് ചെയ്തൊക്കെ നീ മറന്നോയോ, എനിക്കത് വിഷമമായി പോയി, എന്നാ ശരി നീ അത് വിട്, ഗോറി എന്ത് അവൾ ഇപ്പോഴങ്ങ് കാണാറേ ഇല്ലല്ലോ, അവൾ അത്രയ്ക്കും ബിസിയാണോ എന്നിന് അവൻ ചോദിക്കും. അപ്പൊ ഇത് കേട്ട് കാനിങ്ങും ഗോറയുടെ അച്ഛന്റെ കമ്പനി ഇപ്പൊ റീസെന്റ് ആയിട്ട് അടച്ചുപൂട്ടി, അതുകൊണ്ട് അവളുടെ അച്ഛനമ്മയും കൂടെ അവരുടെ നാട്ടിലേക്ക് ജോലി ചെയ്യാൻ പോയി, അതുകൊണ്ട് അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഗോറി ഇപ്പൊ കുറെ ജോലിക്ക് വന്നു, എന്തായാലും നിന്റെ ഫ്രണ്ടിന്റെ അമ്മ വീട്ടിൽ വന്നതിന് ശേഷം ഗോറിക്ക് കുറച്ചും കൂടി ധൈര്യം കൂടി എന്നിന് അവൾ അറിയും. അപ്പൊ ഇത് കേട്ട് റെന്നും എന്തുവാ എന്റെ ഫ്രണ്ടിന്റെ അമ്മയോ, നീ തൈമിന്റെ അമ്മയാണോ ഉദ്ദേശിച്ച എന്നിന് അവനും ഷോക്കായി ചോദിക്കും. അപ്പോഴാണ് അവളും നിനക്കറിയത്തില്ല തൈമിന്റെ അമ്മ കുറച്ചു ദിവസം മുമ്പ് ഗോറിയെ കാണാൻ വേണ്ടി അവളുടെ വീട്ടിൽ പോയി, എന്നിട്ട് തൈമിന്റെ അടുത്ത് നകന്നിരിക്കാൻ വേണ്ടി അവന്റെ അമ്മ കുറെ പൈസ ഡിമാൻഡ് ചെയ്ത്, അപ്പൊ നിനക്ക് ഈ കാര്യം ഒന്നും അറിയത്തില്ല എന്നിന് അവൾ ചോദിക്കും. കാരണം ഗോറിയുടെ അച്ഛന്റെ ജോലി പോകാൻ തന്നെ കാരണം തൈമിന്റെ അമ്മയാണ്. അപ്പോഴാണ് ഈ കാര്യം കണ്ടുപിടിച്ച് നമ്മുടെ തൈമ അവന്റെ അമ്മയെ കാണാൻ പോയിട്ട് അമ്മേ നിങ്ങളുടെ മാസ്റ്റർ പ്ലാനല്ലേ ഞാൻ കണ്ടുപിടിച്ച്, ഗോറിയുടെ അച്ഛന്റെ കമ്പനി പൂട്ടാൻ കാരണം അമ്മയാ, എന്നിട്ട് അമ്മ ഒന്നും അറിയാത്ത പോലെ അവളുടെ വീട്ടിൽ കയറി അവൾക്ക് പൈസ തരാന്ന് പറഞ്ഞു, അമ്മയ്ക്ക് എന്തോ കുഴപ്പം എന്നിന് അവൻ ചോദിക്കും. അപ്പൊ ഇത് കേട്ട അമ്മയും എന്റെ മോൻ സ്മാർട്ടായല്ല, നീ ഇത്രയും പെട്ടെന്ന് എല്ലാം കണ്ടുപിടിച്ചോ, എന്നാ പിന്നെ ഈ ബുദ്ധി നീ നമ്മുടെ കമ്പനിയിലേക്ക് ചെലവേ, അല്ലാതെ അവളുടെ പുറകെ പോയി ടൈം വേസ്റ്റ് ചെയ്യാതെ എന്നിന് അമ്മ പറയും. അപ്പൊ ഇത് കേട്ട് അവനും ദേഷ്യപ്പെട്ടിട്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷെ അവളെ സഹായിക്കാൻ ഞാനുണ്ട് എന്നിന് അവനും പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോകും. അതേസമയം ഗോറിയ സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴാണ്
അവളുടെ പാരന്റ്സ് ആയിട്ട് ഇങ്ങനെ വീഡിയോ കോൾ ചെയ്യുന്നത്. അപ്പോഴാണ് അച്ഛനും അമ്മയും കൂടെ മോളെ ഞങ്ങളുടെ ഗെറ്റപ്പ് കണ്ടില്ല, കാണാൻ നല്ല ലുക്കല്ല എന്തിനാ അവർ ചോദിക്കും. അപ്പൊ ഇത് കേട്ട അവളും ആ നിങ്ങളെ കാണാൻ ലുക്കൊക്കെയാ, നിങ്ങളവിടെ സുരക്ഷിതാണോ എന്തിനാ അവൾ ചോദിക്കും. അപ്പൊ ഇത് കേട്ട അമ്മയും ഗോരിയ നീ ആദ്യം നിന്നെ കുറിച്ച് ക്ഷമിക്ക്, നീ ഇപ്പൊ താമസിക്കുന്ന വീടിന്റെ അടുത്ത് ഇന്നലെ അങ്ങാണ്ട് കള്ളം കയറി ഞാൻ അറിഞ്ഞല്ല എന്തിനാ അമ്മ ചോദിക്കും. അപ്പൊ ഇത് കേട്ട അവളും അമ്മേ നിങ്ങൾക്ക് എങ്ങനെ അറിയാത് എന്തിനാ അവള് ഷോക്കാവും. അപ്പോഴാണ് അമ്മയും ഓ ഞങ്ങളെങ്ങനെ കാണാതിരിക്കും, ടി വിക്കകത്ത് കണ്ടപ്പോ തന്നെ നമ്മുടെ വീട്ടിലെ സ്റ്റാർ അവിടെ തുള്ളി കളിക്കുമല്ലായിരുന്നു എന്നിനെ ഗോറിയും അവളുടെ അമ്മയച്ഛനായിട്ട് സംസാരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് പെട്ടെന്ന് ആരാണ്ട് അവളെ ഫോളോ ചെയ്യുന്ന ഇങ്ങനെ തോന്നും. അങ്ങനെ ഇത് കണ്ട് അവളും പെട്ടെന്ന് ഫോം വെച്ചിട്ട് അവിടെ ഒറ്റൊരോട്ടം ഓടും. അങ്ങനെ അതോടെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് എടുത്തിരുന്ന് അതിനുശേഷം എന്തൊക്കെ സംഭവിക്കുമോ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.